പ്രിയപ്പെട്ടവരെ, സഭയുടെ കാനോനിക നിയമം അനുസരിക്കാത്ത പാമ്പ്ളാനിക്ക് കോടതിയിൽ നിന്ന് കിട്ടിയ പ്രഹരം വളരെയധികം വേദനാജനകമാണ്. കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ബസിലിക്കയുടെ അനുബന്ധിച്ച ആ കോമ്പൗണ്ടിലും വേറെ ഒരു കാര്യങ്ങളും നടക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പാമ്പ്ളാനിയുടെ നിർദ്ദേശപ്രകാരം വൈക്കത്തുപറമ്പനും മങ്ങാടനും കൂടി സഭയുടെ ഉദ്ദേശം ഒരു 20 ലക്ഷം രൂപയോളം പൊടിച്ചിരിക്കുന്നു. ഇന്ന് ഇട്ട പന്തല് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് എറണാകുളം ബസിലിക്ക ദേവാലയത്തിൽ ഇട്ട പന്തല് പോലീസ് വന്ന് അഴിപ്പിച്ചിരിക്കുന്നു. പോലീസ് കർശനമായി പറഞ്ഞു, കോടതിയുടെ വിലക്കുള്ളപ്പോൾ ആ വിലക്ക് മാറാതെ ഞങ്ങൾക്കിതിവിടെ അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇതിന് വത്തിക്കാനിൽ നിന്നുള്ള നിർദ്ദേശം തട്ടിൽ പിതാവും പാമ്പ്ളാനിയും കൂടി വത്തിക്കാനിൽ ചെന്നപ്പോൾ ഓറിയന്റൽ കോൺഗ്രഷൻ തട്ടിൽ പിതാവിനോട് പറഞ്ഞത്, ക്രിസ്മസിന്റെ അന്ന് പാതിരാത്രിക്കുള്ള കുർബാന മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയത്തിൽ നടന്നിരിക്കണം. അത് മേജർ ആർച്ച് ബിഷപ്പ് തന്നെ മുഖ്യ കാർമ്മികനായിരിക്കണം. അതിന് വ്യതിചലിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്ന് ഓറിയന്റൽ കോൺഗ്രഷൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ 27-ാം തീയതി ഡീക്കന്മാരുടെ പട്ടവും ബസിലിക്ക ദേവാലയത്തിൽ വെച്ച് നടക്കണമെന്ന് കൃത്യമായി ഓറിയന്റൽ കോൺഗ്രഷൻ തട്ടിൽ പിതാവിനോട് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ വെളിച്ചത്തില് രണ്ട് കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയുടെ വിധിയെയും മറികടന്നുകൊണ്ട് വൈക്കത്തുപറമ്പനും മങ്ങാടനും കൂടി പ്ലാൻ ചെയ്ത് ബസിലിക്ക ദേവാലയത്തില് ഇന്നത്തെ ഈ കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അതില് അവസാനം പോലീസ് തന്നെ അവരോട് പറഞ്ഞു, ഇത് ഇവിടുന്ന് അഴിക്കുക, ഈ പന്തൽ ഇവിടെ ഇടാൻ പറ്റുന്നതല്ല എന്ന് കൃത്യമായി പറഞ്ഞു. അതനുസരിച്ചിട്ട് വൈകുന്നേരം തിരിച്ച് ഈ പന്തൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി പട്ട എവിടെയാണോ കുർബാന എവിടെയാണോ എന്ന് നമ്മൾക്കറിയില്ല. ഏതായാലും ഈ രണ്ട് കാര്യങ്ങളും ബസിലിക്ക ദേവാലയത്തിൽ നടന്നില്ല എങ്കിൽ എറണാകുളത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഓറിയന്റൽ കോൺഗ്രഷൻ കൃത്യമായി തട്ടിൽ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മൾക്ക് കാത്തിരിക്കാം. സഭയെ അനുസരിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും തൊപ്പി അതാത് സ്ഥാനങ്ങളിൽ കാണും. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ.